നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവായിരുന്നു തെങ്ങും തേങ്ങയും. ആ തെങ്ങെല്ലാം ഇപ്പോൾ മണ്ട പോയി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ തെങ്ങ് നല്ലതുപോലെ കായ്ക്കുവാനും നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കുന്ന ജീവികളെ ഓടിക്കുന്നതിന് വേണ്ട പ്രതിരോധ മാർഗങ്ങളെ പറ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തെങ്ങിന് ആവശ്യത്തിന് കായ്ബലം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം തെങ്ങിൻ്റെ വളക്കുറവും അതുപോലെ തെങ്ങിലെ രോഗവും കൊമ്പൻ ചെല്ലിയുടെ അറ്റാക്കിങ്ങുമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ തെങ്ങിനെ മൈൻഡ് ചെയ്യുകയേ ഇല്ല. തെങ്ങിൻ തൈ നടുന്ന സമയം കുറച്ച് നാൾ നമ്മൾ തെങ്ങിനെ നല്ലതുപോലെ ശ്രദ്ധിക്കും, പിന്നീട് തിരിഞ്ഞുപോലും നോക്കില്ല. തേങ്ങ വെട്ടാൻ മാത്രമാകും തെങ്ങിൻ്റെ ചുവട്ടിൽ പോകുന്നത്. അതേസമയം നമ്മൾ മറ്റുള്ള പഴവർഗ്ഗങ്ങളുടെയും ചെടികളുടെയും പുറകെയുമൊക്കെ പോകും. ഇതാണ് ഇപ്പോൾ മിക്കയിടത്തും സംഭവിക്കുന്നത്. ചിലരാണേൽ തെങ്ങിൽ തേങ്ങ വെട്ടാൻ പോലും പോകാറില്ല. വലിയ ബൗണ്ടറി വാളൊക്കെയുള്ള വസ്തുവാണേൽ തേങ്ങ അവിടെ കിടക്കുമെന്നൊക്കെ പറയും. പല ആളുകളും തേങ്ങ വെട്ടിക്കാത്തതിൻ്റെ പ്രധാന കാരണം എനിക്ക് മനസ്സിലാകുന്നത് തേങ്ങ വെട്ടാൻ വരുന്ന ആളിൻ്റെ വലിയ ഡിമാൻഡ് തന്നെയാണ്. തെങ്ങിനെ നമ്മൾ കൃത്യമായി പരിചരിച്ചാൽ നമുക്കാവശ്യമുള്ള തേങ്ങ നമ്മുടെ തെങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ തെങ്ങിൽ വലിയ രൂപത്തിലുള്ള വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ തെങ്ങിൻ്റെ ചുവട് നല്ല രൂപത്തിൽ തടം തുറന്ന് കൊടുക്കണം. തെങ്ങിന് നനവ് നല്ലതുപോലെ കിട്ടിയാൽ 50% വളം കുറച്ച് ചെയ്താൽ മതി. നല്ലതുപോലെ നനച്ചു കൊടുക്കുന്ന തെങ്ങിൽ നിറയെ തേങ്ങകൾ കിട്ടും. തെങ്ങ് കായ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വളപ്രയോഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തെങ്ങിൽ നമ്മൾ വർഷത്തിലൊരിക്കൽ 1 കിലോഗ്രാം ഡോളോമൈറ്റ് കൂട്ടത്തിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ഈ 2 വളങ്ങളും വർഷത്തിൽ 1 തവണ ചെയ്താൽ മതി. ഈ വർഷം നമ്മൾ തെങ്ങിൽ വളം ചെയ്തിട്ട് തെങ്ങിൽ തേങ്ങ വന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ വളം ചെയ്തതിൻ്റെ ഗുണം അടുത്ത വർഷമാണ് കിട്ടുന്നത്. മഴ സമയങ്ങളിൽ നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ ജൈവവളങ്ങൾ ഇട്ടുകൊടുത്താൽ തെങ്ങ് നല്ലതുപോലെ പൂക്കുലകൾ വരികയും അവയെല്ലാം തേങ്ങകളാകുകയും ചെയ്യും. അതുപോലെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഇട്ടുകൊടുത്താൽ തെങ്ങ് നല്ലതുപോലെ കായ്ച്ചു കിട്ടും. പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ബോറക്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടി തെങ്ങിൽ ഇട്ടുകൊടുക്കണം. ഇവ മിക്ക വളക്കടകളിലും വാങ്ങുവാൻ കിട്ടും. ബോറക്സ് തെങ്ങിൽ ഇട്ടുകൊടുത്താൽ വെള്ളയ്ക്ക അല്ലെങ്കിൽ മച്ചിങ്ങ എന്നൊക്കെ പറയുന്ന തേങ്ങയുടെ ചെറിയ രൂപം പൊഴിഞ്ഞു പോകാതിരിക്കുവാനും സഹായിക്കും. നമ്മുടെ ഈ വീഡിയോ തെങ്ങ് വളർത്തി പരാജയപ്പെട്ടവർക്കും അതുപോലെ പുതിയതായി തെങ്ങ് കൃഷി ചെയ്യുന്നവർക്കും പ്രയോജനം ചെയ്യും. തെങ്ങ് കൃഷിയിൽ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നം ഒന്ന് മണ്ട ചീയലാണ്, രണ്ടാമത്തത് കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവം. കൊമ്പൻ ചെല്ലി നമ്മുടെ തെങ്ങിൽ വന്നാൽ നമ്മുടെ തെങ്ങ് തന്നെ ഇല്ലാതായി പോകും. കൊമ്പൻ ചെല്ലിയെ ഓടിക്കുന്നതിന് വേണ്ട മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ഉപ്പും ചെറിയ അളവിൽ മണലും എടുത്ത് നമ്മുടെ തെങ്ങിൻ്റെ പട്ടയുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ കൊമ്പൻ ചെല്ലി ഒന്നും നമ്മുടെ തെങ്ങിൽ കയറാതെ മാറിപ്പോകും. അതുപോലെ തന്നെ തെങ്ങിനെ നശിപ്പിക്കുന്ന മറ്റൊരു വസ്തുവാണ് റബ്ബർ മരങ്ങൾ. റബ്ബർ വന്നതോടുകൂടിയാണ് കേരളത്തിൽ തെങ്ങ് കൃഷി ഇല്ലാതായത്. ഇപ്പോൾ തെങ്ങും നശിച്ചു, റബ്ബറിനാണെങ്കിൽ വിലയുമില്ല. അതുപോലെ തന്നെ വലക്കണികൾ വെച്ച് നമുക്ക് കൊമ്പൻ ചെല്ലിയെ പിടിക്കാം. കൊമ്പൻ ചെല്ലി കയറിയാൽ ഏത് തെങ്ങും നശിച്ചു പോകും. റബ്ബറില്ലാത്ത തമിഴ്നാട്ടിൽ ഇപ്പോൾ തെങ്ങ് നിറയെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.